2026 ബഡ്ജറ്റ് ഈ മാസം 29-ാം തീയതി ജനുവരി 29-ന് അവതരിപ്പിക്കും. പക്ഷേ ബഡ്ജറ്റിൻ്റെ സൂചനകൾ എന്നുള്ള നിലയിൽ ഇന്നലെ നിയമസഭ ആരംഭിച്ചപ്പോൾ നയപ്രഖ്യാപന പ്രസംഗമുണ്ടായിരുന്നു. അതിൽ ചില വിവാദമുണ്ട്. കാര്യം മന്ത്രിസഭ അംഗീകരിച്ചു കൊടുക്കുന്ന നയപ്രഖ്യാപനം അതേപോലെ ഗവർണർ വായിക്കണമെന്നാണ്. പക്ഷേ ചില മുൻകാലങ്ങളിലാണെങ്കിൽ കേന്ദ്രത്തിനെതിരെ ഒന്നും പറയില്ലായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപനങ്ങളാണ് പലപ്പോഴും പിണറായി തയ്യാറാക്കുന്നത്. അത് ഗവർണർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ തർക്കമുണ്ട്. നമ്മൾ ഈ തർക്കം പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൻ്റെ സൂചകങ്ങളാണ് ഇന്നലത്തെ നയപ്രഖ്യാപനത്തിലുള്ളത്. കേട്ടിടത്തോളം നിതീഷ് കുമാറിന് പഠിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് പിണറായി വിജയൻ. നിതീഷ് കുമാർ അവിടെ വനിതകൾക്ക് വലിയ സാധ്യതകൾ കൊടുത്തുകൊണ്ടാണ്, വനിതകളെ മുന്നിൽ നിർത്തിയിട്ടാണ് അവിടെ നിതീഷ് കുമാർ അധികാരത്തിൽ ഇപ്രാവശ്യം വന്നത്. ഒരുപാട് ആനുകൂല്യങ്ങൾ വനിതകൾക്ക് ഇപ്രാവശ്യം കൊടുത്തു. നേരത്തെ ലാപ്ടോപ്പ് കൊടുത്തു, കമ്പ്യൂട്ടർ കൊടുത്തു, ബസ്സിൽ ഫ്രീ കൊടുത്തു, അവർക്ക് 10,000 രൂപ മുതൽ അവരെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ പലതരത്തിലുള്ള വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾ പിടിച്ചിട്ടാണ് നിതീഷ് കുമാർ ബീഹാറിൽ NDA സഖ്യം പിടിച്ചത്. അങ്ങനെ കേരളത്തിൽ ഒരു വനിതാ സ്പെഷ്യൽ ട്രെയിനാണ് ഇപ്രാവശ്യം വരാൻ പോകുന്നത്. ബുള്ളറ്റ് ട്രെയിനാണ് ബഡ്ജറ്റ് വരാൻ പോകുന്നതാണ് സൂചനകൾ. വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ പരിപാടികൾക്കാണ് വേണ്ടിയിട്ടുള്ളത്. സ്ത്രീധനത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 1000 അവളിടം ക്ലബ്ബുകൾ, അവളിടം ക്ലബ്ബുകൾ, പിന്നെ അതുപോലെ തന്നെ ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നില്ല, സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ കൊടുക്കുന്ന സിവിൽ സ്റ്റേഷനുകൾ. അപ്പോൾ സിവിൽ സ്റ്റേഷനുകളിൽ ഇനിയിപ്പോൾ ബാത്റൂമും വാഷ്റൂമും ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വരും. പട്ടികജാതി വർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കുള്ള സംരംഭത്വ പരിപാടികൾ, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കൽ, അത് സ്ത്രീകളെ വെച്ചുകൊണ്ടാണ്. സൗരോർജ്ജം, ഹരിത ജൈവ കൃഷി സംരംഭങ്ങളുടെ കൂടുകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ സുസ്ഥിര ഉപജീവന മാർഗം കൊടുക്കാനുള്ള പരിപാടികൾ. അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ ക്ഷേമ സ്ഥാപനങ്ങളിൽ 18 വയസ്സ് വരെ കഴിയുമ്പോൾ പുനരധിവസിപ്പിക്കാൻ തൻ്റെ ഇടം. അപ്പോൾ അവളിടം, തൻ്റെ ഇടം, അങ്ങനെ തൻ്റെ ഇടം, അങ്ങനെ ആകെ ഇടമായിട്ട് പരിപാടി വരികയാണ്. വനിതാ ശാസ്ത്രജ്ഞർക്കുള്ള ബാക്ക് ടു ലവ് പദ്ധതി, പ്രാധാന്യം അവർക്ക് ഫെലോഷിപ്പ്, സുസ്ഥിര ജീവിതശൈലികളിലും കാലാവസ്ഥാ പരിസ്ഥിതി സംരക്ഷണവും വനിതകളെയും യുവജനങ്ങളെയും പങ്കെടുപ്പിക്കാനുള്ള പരിപാടി. ആശാ വർക്കർമാരുടെയും അതിനകത്തൊരു ആശ വരുന്നുണ്ട്. ആശാ വർക്കർമാരുടെയും അങ്കണവാടിക്കാരുടെയും ഇൻസെൻറ്റീവും വേതനവും കൂട്ടണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. അതേസമയം എവരും ചിലപ്പോൾ കുറച്ച് കൂട്ടം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കായി സുരക്ഷാ പദ്ധതി, സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള 31.34 ലക്ഷം വനിതകൾക്ക്, സ്ത്രീകൾക്ക് 10,000 രൂപ വീതം ധനസഹായം നൽകുന്ന ട്രാൻസ് വിമനുകൾക്കടക്കമുള്ള ഒരുപാട് പരിപാടികൾ. അപ്പോൾ ഒരു വനിതാ ക്ഷേമം ബഡ്ജറ്റായിരിക്കും വരാൻ പോകുന്നത്. വനിതാശ്രീ ആണ് ഈ കേരളത്തിൻ്റെ ബഡ്ജറ്റ്. അത് ഇലക്ഷൻ പിടിക്കാനുള്ള പുതിയ തന്ത്രമാണ്.